സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഓരോന്നായി പുറത്തുവരികയാണ്. നിയമം ലംഘിച്ചാണ് ചെന്നൈയിലേക്ക് ദ്വാരപാലക ശില്പം കൊണ്ടുപോയത്. എന്നാൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് സർക്കാരും ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. റഹീസ് നമുക്കൊപ്പമുണ്ട്. റഹീസ് റഷീദ്, 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ, താങ്ങുപീഠം ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം നിയമം അനുസരിച്ച് വ്യവസ്ഥയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ കൊടുത്തുവിട്ടത് തന്നെ ഗുരുതരമായ വീഴ്ചയാണ്. അതിനുശേഷമാണ് ഈ കള്ളം പറച്ചിലും മറച്ചുവെക്കലും എല്ലാം വരുന്നത്. അപ്പോൾ ആദ്യം സംഭവിച്ച വീഴ്ച, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇനി ദേവസ്വം ബോർഡിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കാരണം ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം കിടക്കുന്നത് 2019 എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഇത് കൊടുത്തുവിട്ട സമയത്ത് തുടങ്ങുന്നതാണ് ഈ പ്രശ്നം. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ദേവസ്വത്തിന്റെ ഇൻസ്പെക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2019 ഇത് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയി. 2025 സെപ്റ്റംബർ 8 വീണ്ടും കൊണ്ടുപോയി. പക്ഷേ ഇതിനിടയിൽ 2023 അനന്തഗോപൻ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ശ്രീകോവിലിന് മുകളിൽ സ്വർണം പൂശിയ സ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. വെള്ളം താഴേക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് ഇത് അവിടെ നിന്ന് അഴിച്ചെടുത്ത് പുറത്തേക്കും മറ്റും കൊണ്ടുപോകാതെ അവിടെ വെച്ച് തന്നെയാണ് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇത് അവിടെ വെച്ചും അറ്റകുറ്റപ്പണി നടത്താം, അതല്ലെങ്കിൽ അവിടെ വെച്ച് മാത്രമേ അറ്റകുറ്റപ്പണി നടത്താവൂ എന്ന നിയമം ഉദ്യോഗസ്ഥർക്കും ബോർഡിനും അറിയാം. അതറിയാതെ അല്ല 2019 2025 കൊടുത്തു വിട്ടത് എന്നത് അക്കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊന്ന്, ഈ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ 2019 പിന്നീട് 2025 അറ്റകുറ്റപ്പണിക്കായി സന്നിധാനത്തിന്റെ പുറത്തേക്ക് ഈ ശില്പങ്ങളും മറ്റും പുറത്തിറക്കിയത് എന്നതാണ് വർഷങ്ങളോളം അവിടെ ജോലി ചെയ്ത അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പൊക്കെ അവിടെ വെച്ച് തന്നെയായിരുന്നു, നിയമപ്രകാരമായിരുന്നു അറ്റകുറ്റപ്പണികളും മറ്റും നടത്തിയിരുന്നത്. സുജ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഓരോരുത്തരായി പറഞ്ഞു വരുമ്പോഴാണ് ഇതിൽ എന്തൊക്കെയാണ് കൃത്രിമം നടന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.